വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ 19ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സുകളെല്ലാം അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ക്ലാസ്സുകളായിരുന്നു. അതിൽ നിന്നും നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ നിന്നും നമുക്ക് അക്കൗണ്ടിങ് ബേസിക് നോളജ് ഇല്ലാത്ത ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണെന്നും അതുപോലെ തന്നെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്, അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് വേണ്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് അവർക്ക് റെക്കമെൻഡ് ചെയ്യുക. നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകൾ ഇനി ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാം അക്കൗണ്ടിങ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്കതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്പ്ലിറ്റ്. A share is generally split when it has a high price. Such a share is called a heavy share. This high price may discourage small investors. Generally, retail investors prefer to buy larger number of low-priced shares. It is in this situation a company split its shares. Split shares, അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എ ഷെയർ ഈസ് ജനറലി സ്പ്ലിറ്റ് വെൻ ഇറ്റ് ഹാസ് എ ഹൈ പ്രൈസ്. ഹൈ പ്രൈസ് വരുന്ന കേസിലാണ് നമ്മൾ ഷെയർ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നത്, അല്ലേ? ഷെയർ ഈസ് അങ്ങനെയുള്ള ഷെയർസ് ചില സമയത്ത് ഹൈ പ്രൈസ് ഉള്ള ഷെയർസ് ആണെങ്കിൽ ദിസ് ഹൈ പ്രൈസ് മേ ഡിസ്കറേജ് സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് ഈ ഹൈ പ്രൈസ് കൊടുത്തിട്ട് ഷെയർസ് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കേസിൽ അവരെന്ത് ചെയ്യുന്നു? റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ടു ബൈ ലാർജർ നമ്പർ ഓഫ് ലോ പ്രൈസ്ഡ് ഷെയർസ്. ലാർജർ നമ്പർ ഓഫ് ലോ പ്രൈസ്ഡ് ഷെയർസ് ആണ് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഷെയർസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. Stock split is the process of reducing the face value of the share of a company by dividing one share into two or more parts. നമ്മൾ ഷെയറിനെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ. ഷെയറിൻ്റെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ട് ഡിവൈഡിങ് വൺ ഷെയർ ഇൻ ടു ടു ഓർ മോർ പാർട്ടായിട്ട് ഒരു ഷെയറിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് ടു മേക്ക് ദ ഷെയർസ് അഫോർഡബിൾ ടു സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് കൂടി ഷെയർസ് വാങ്ങാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റാണ് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ബോണസ് ഷെയർസ് ആൻഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. ബോണസ് ഷെയർസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് സിമിലർ ടു ബോണസ് ഇഷ്യൂ ആസ് ബോത്ത് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഷെയർസ് ബട്ട് ദർ ആർ എ ഫ്യൂ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു. എന്തൊക്കെ ഡിഫറൻസസ് ആണ് വരുന്നത്? ബോണസ് ഷെയർ, ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഡസ് നോട്ട് ചേഞ്ച്. ബോണസ് ഷെയർസിൽ ഷെയർസിൻ്റെ ഫേസ് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടായിരിക്കില്ല. സ്റ്റോക്ക് സ്പ്ലിറ്റ്, ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഈസ് റെഡ്യൂസ്ഡ്. ബോണസ് ഇഷ്യൂ റെഡ്യൂസസ് റിസർവ്. Stock split, reserves remain as before. Bonus issue increases the total number of shares and paid up capital of the company. The paid up capital does not change with stock split. Bonus shares are issued when the company has large accumulated reserve. Stock split, share is generally split when it has a high price. Then right shares or right issue. According to Section 62(1) of the Companies Act 2013, when a company wants to increase the subscribed capital by issue of further issue of shares, such shares must be issued first of all to existing shareholders in proportion of their existing shareholding. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് പ്രകാരം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്, റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ മീനിങ് ഓഫ് റൈറ്റ് ഷെയർസ്. The existing shareholders may accept or reject the right. The shareholders who do not wish to take up the right shares can sell the right to another person. If the shareholders neither subscribe the shares nor transfer the right, then the company can offer the shares to public.
റൈറ്റ് ഇഷ്യൂ വാങ്ങുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ആവശ്യമില്ലെങ്കിൽ അവർക്കത് മറ്റൊരാൾക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കാത്ത കേസാണെങ്കിൽ കമ്പനി അത് ഡയറക്റ്റായിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ വരുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റ് ഇഷ്യൂ? ഇഷ്യൂ കോസ്റ്റ് ആർ ലോവർ. ഇഷ്യൂ ഈസ് മെയ്ഡ് at the direction of the directors. It improves the image of the company. Raising capital is more certain than in the case of public issue. These are the advantages to companies. Then advantages to shareholders. Existing shareholders get shares at a price which is lower than the market price. Market price ഉള്ളതിനേക്കാളും കുറഞ്ഞ വിലയിൽ എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സിന് ഷെയർ അക്വയർ ചെയ്യാം. It helps in preserving the control of the company in the hands of the existing shareholders. Existing shareholdersൽ നമുക്ക് ആ ഷെയർസിൻ്റെ കൺട്രോൾ എക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. Then difference between right issue and public issue. A right issue is made to existing shareholders. Public issue ആണെങ്കിലോ public issue is made to public at large. The flotation cost is low in right issue but it is high in public issue. The price is much less than the existing market price in right issue. In public issue, price is generally lower than the expected market price. These are the differences between right issue and public issue. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്